സ്വർണ്ണ പേഴ്സുകൾ. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളാസ് ഇന്നത്തെ തുർക്കിയിലെ മൈറയിലെ ബിഷപ്പായിരുന്നു. ക്രിസ്തുമസ് കാലത്ത് സാന്താക്ലോസായി വരുന്നത് ഈ ബിഷപ്പാണെന്നാണ് ഐതിഹ്യം. അഗാധമായ കാരുണ്യത്തിന്റെയും വിശാല ഹൃദയത്തിന്റെയും മകുടോദാഹരണമാണ് സെന്റ് നിക്കോളാസ്. ഒരു പാവപ്പെട്ട മനുഷ്യന് 3 പെൺമക്കളുണ്ടായിരുന്നു. വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവരുടെ ജീവിതം. നാട്ടുനടപ്പനുസരിച്ച് പെൺമക്കളെ കെട്ടിച്ചയക്കാൻ സ്ത്രീധനം നൽകേണ്ടതുണ്ടായിരുന്നു. മൂത്ത മകൾക്ക് കല്യാണപ്രായമെത്തി. കുടുംബനാഥൻ വളരെ വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ബിഷപ്പ് നിക്കോളാസ് ആരും അറിയാതെ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ഉദാരതയിൽ ദൈവത്തിന്റെ കാരുണ്യം നിറഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം ഒരു ചെറിയ പേഴ്സിൽ സ്വർണ്ണ നാണയങ്ങൾ വെച്ച് രാത്രിയിൽ ആരും കാണാതെ അത് ആ വീടിന്റെ ജനലിലൂടെ അകത്തേക്കിട്ടിട്ട് അപ്രത്യക്ഷനായി. അതിരാവിലെ കുടുംബനാഥൻ സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ ആ പേഴ്സ് കണ്ട് അത്ഭുതപ്പെട്ടു. തന്റെ മകളെ അന്തസ്സോടെ കെട്ടിച്ചയക്കാമെന്നതിൽ സമാശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. നാളുകൾ കഴിഞ്ഞു. ഈ പാവപ്പെട്ട മനുഷ്യന്റെ 2ാമത്തെ മകൾക്കും കെട്ടുപ്രായമായി. നിക്കോളാസ് ആദ്യത്തേതുപോലെ തന്നെ പേഴ്സിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് ജനലിലൂടെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ വീടിനകത്തേക്കിട്ടിട്ട് അപ്രത്യക്ഷനായി. ഇത് ചെയ്യുന്നത് ആരെന്നറിയാതെ കുടുംബനാഥൻ ഉത്കണ്ഠാകുലനായെങ്കിലും 2ാമത്തെ മകളുടെ വിവാഹവും അതുപയോഗിച്ച് നടത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം ഈ പാവപ്പെട്ട മനുഷ്യന്റെ 3ാമത്തെ മകളുടെ കല്യാണ സമയമായി. ആദ്യ 2 വിവാഹാവസരങ്ങളിലും ലഭിച്ച സ്വർണം നിറഞ്ഞ പേഴ്സുകളെ കുറിച്ച് ആളുകൾക്കിടയിൽ സംസാരമുണ്ടായിരുന്നു. ഒരു കാരണവശാലും ആരും അറിയരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ ബിഷപ്പ് നിക്കോളാസ് ഇപ്രാവശ്യം ലൈറ്റുകളൊക്കെ അണഞ്ഞതിനു ശേഷം പാതിരാത്രിയിലാണ് സ്വർണ്ണ നാണയങ്ങളിട്ട പേഴ്സുമായി വന്നത്. എന്നാൽ ഇപ്രാവശ്യം ആ വീടിന്റെ ജനൽപ്പാളികൾ അടഞ്ഞെടുക്കുകയായിരുന്നു. റൂമിനോട് ചേർന്ന ഒരു ചെറിയ ദ്വാരം നിക്കോളാസ് കണ്ടു. അദ്ദേഹം അവിടെ വലിഞ്ഞു കയറി ആ ദ്വാരത്തിലൂടെ സ്വർണ്ണ നാണയങ്ങളുടെ 3ാമത്തെ പേഴ്സ് അകത്തേക്കിട്ടു. ആ പേഴ്സ് ഫയർ പ്ലേസിനടുത്ത് മകൾ ഉണക്കാൻ വെച്ചിരുന്ന കാലുറയിലേക്ക് സ്റ്റോക്കിങ്ങിനുള്ളിലേക്ക് വീണു. എന്നാൽ ഇപ്രാവശ്യം കുടുംബനാഥൻ നിക്കോളാസിന്റെ ചെറിയ കാലൊച്ച കേട്ട് പുറത്തേക്ക് വന്നു. വേഗത്തിൽ പോകുവാൻ ശ്രമിച്ച നിക്കോളാസിന്റെ കോട്ടിൽ പിടിമുറുക്കി. ബിഷപ്പ് നിക്കോളാസിനെ തിരിച്ചറിഞ്ഞ കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണീരോടെ നന്ദി പറഞ്ഞു. എന്നാൽ നിക്കോളാസ് പറഞ്ഞു, ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്, എനിക്കല്ല. ദൈവത്തിന്റെ കാരുണ്യമാണ് നിന്റെ ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് രാത്രിയുടെ മറവിൽ നിക്കോളാസ് അപ്രത്യക്ഷനായി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമസ് ട്രീയുടെ സമീപത്ത് ഒരു സ്റ്റോക്കിംഗ് വെക്കാറുണ്ട്. സാന്താക്ലോസ് അതിൽ സമ്മാനം നിക്ഷേപിക്കുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. മാതാപിതാക്കൾ കുട്ടികൾക്കുള്ള സമ്മാനം മേടിച്ച് കുട്ടികൾ കാണാതെ ക്രിസ്മസ് രാത്രിയിൽ ഈ സ്റ്റോക്കിങ്ങിൽ നിക്ഷേപിക്കും. സാന്താക്ലോസ് ക്രിസ്മസിന് തങ്ങൾക്കായി കൊണ്ടുവരുന്ന സമ്മാനമായിട്ടാണ് കുട്ടികൾ ഇതിനെ കരുതുന്നത്. ഡിസംബർ 6-ാം തീയതിയാണ് സെന്റ് നിക്കോളാസിന്റെ തിരുനാൾ ദിനം. പ്രിയ കുട്ടികളെ, വിശുദ്ധ നിക്കോളാസ് ക്രിസ്തു സ്നേഹത്തിന്റെയും ഉദാരതയുടെയും അടയാളമാണ്. മറ്റാരും അറിയാതെ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കേണ്ടുന്ന മഹനീയ മാതൃകയാണ് വിശുദ്ധ നിക്കോളാസ് നമ്മെ പഠിപ്പിക്കുന്നത്. കൊട്ടിഘോഷിക്കാതെ മറ്റുള്ളവർക്കായി നമുക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാം. തിരിച്ചു കിട്ടുമെന്ന് ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകി വിശുദ്ധ നിക്കോളാസിനെ പോലെ നന്മയുടെ സാന്താക്ലോസുകളായി നമുക്ക് മാറാം. സ്നേഹപൂർവ്വം, ഫാദർ പോൾ മൊറേലി.